ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് പറയാറുണ്ട്. ഒപ്പം ഒരു ചെറിയ ദുഃഖമുണ്ട്. എന്താണ്? നമ്മള് കല്യാണത്തിന് വിളിച്ചില്ല. അയ്യോ, കല്യാണത്തിന് വിളിക്കാത്തത് കോമഡിയാണ്. അപ്പുറത്തെ വീട്ടിലുള്ള ആളെ വിളിച്ചില്ലായിരുന്നു. ഇപ്പം എന്റെ അഞ്ജലി ഞങ്ങളൊരു 3 കൊല്ലത്തെ പ്രണയമായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഒരു ലൈഫിൽ ഒരു ജംഗ്ഷനിൽ കണ്ടുമുട്ടുകയും കുറച്ച് ഒരുമിച്ച് യാത്ര ചെയ്യുകയും അങ്ങനെ സൗഹൃദത്തിൽ തുടങ്ങി. പിന്നെ അത് പ്രണയമായി. എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനിലാണ് ഈ പറഞ്ഞ കല്യാണം സംഭവിച്ചത്. അമൽ നീരദിന്റെ യോബിന്റെ പുസ്തകത്തിൽ അഭിനയിക്കുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു കഥയുണ്ട്. അമൽ നീരദിന്റെ പടം ആദ്യത്തെ ഷോട്ട് അത് ഇതിലായിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളൊരു പരിപാടിയില് ആക്ഷൻ പറയുന്നു. ഈ പറയുന്ന ബാലങ്ങെടുത്ത് പൊക്കിയപ്പോഴത്തേനും അപ്രതീക്ഷിതമായി പശു ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ ആക്ച്വലി പശു കാല് ചവിട്ടിയാൽ എന്ത് ചെയ്യണം, നിലത്ത് വീഴണോ, അങ്ങോട്ട് മാറണോ ഇങ്ങോട്ട് മാറണോ എന്നൊക്കെ ഉള്ള രീതി പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ. പക്ഷെ പശു കാലും പൊക്കിയില്ല, ഒന്നും പൊക്കിയില്ല. പശു അവിടെ സൈലന്റ് ആയിട്ട് അതായിട്ട് അഭിനയിക്കല്ലേ, ഇവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളൊരു പരിപാടി. ഈ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഭയങ്കര ബിഗ് ബോസ് അഡിക്റ്റ് കേട്ടോ. ഞാനൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിനെ കാണുന്നത്. നമ്മള് ചാൻസ് ചോദിക്കാറുണ്ടോ? പക്ഷേ പിന്നെ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ചാൻസ് ചോദിക്കുക എന്ന് പറയുന്നത്. അത് നമുക്കിങ്ങനെ മറ്റേ മമ്മൂക്ക പറഞ്ഞ പോലെ ആരെയാണോ നീയൊക്കെ വീട്ടിൽ പോയി സിനിമ ആക്കിയെന്നൊക്കെ ചോദിക്കുന്ന പോലെ നമ്മളെപ്പോഴും ഇതെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ അറ്റൻഷൻ പ്ലീസ് കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പഴയ പോലെ കോമഡി റോളുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് പിന്നെ ആക്ടേഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ അടുത്ത സ്പേസ് പിടിച്ച് പോകണം.